നാദബ്രഹ്മത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് മന്ത്രം. മന്ത്രം ജപിക്കുന്ന ആൾക്ക് ശരീരശുദ്ധി, മനഃശുദ്ധി, ഏകാഗ്രത, ശ്രദ്ധ, വിശ്വാസം എന്നിവ ഉണ്ടാകണം. ശക്തി വരുത്തിയ ബീജാക്ഷരങ്ങളുടെ ഒരു സംയോഗമാണ് മന്ത്രങ്ങൾ. അവ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടുള്ളതും മാറ്റാൻ പാടില്ലാത്തതുമാണ്. ഓരോ മന്ത്രത്തിനും ഒരു ഋഷിയും ഒരു ദേവതയും ഒരു ഛന്ദസ്സുമുണ്ട്. മനനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നതാണ് മന്ത്രം. ഇതാകട്ടെ പരമാത്മാവിന്റെയോ ദേവതാ സങ്കല്പങ്ങളുടെയോ ശബ്ദപ്രതീകങ്ങളാണ്. ഇതിൽ ശക്തിമത്തായ പ്രപഞ്ച ചൈതന്യം ഉൾക്കൊള്ളുന്നു. മന്ത്രജപം കൊണ്ട് നമ്മുടെ അന്ധഃകരണം പവിത്രമാകുന്നു. അതിനെ ഒരു കണ്ണാടിയിൽ എന്ന പോലെ നമുക്ക് ആത്മാവിനെ പ്രതിബിംബിച്ച് ദർശിക്കാൻ കഴിയും. മന്ത്രജപം കൊണ്ട് ആത്മാവ് നമ്മിൽ സ്വയം പ്രകാശിതമാകുന്നു. എല്ലാ മന്ത്രങ്ങളും വളരെ ഫലവത്തും ഉദ്ദേശിക്കുന്ന ലക്ഷ്യം സാധിപ്പിക്കുന്നതുമാകുന്നു. മന്ത്രങ്ങൾ പ്രധാനമായും 3 രീതിയിലാണ് ജപിക്കുന്നത്. മർമ്മരം പോലെ ജപിക്കുന്നത് ഉപാംശു, ഉച്ചത്തിൽ ജപിക്കുന്നത് വൈഖരി, മനസ്സിൽ ജപിക്കുന്നത് മാനസികം. ഇതിൽ മാനസിക ജപമാണ് ശ്രേഷ്ഠം. സത്യയുഗത്തിൽ ഉപാസനാമാർഗം തപസ്സായിരുന്നു. ത്രേതായുഗത്തിൽ യാഗവും, ദ്വാപരയുഗത്തിൽ പൂജാതി കർമ്മങ്ങളും, കലിയുഗത്തിൽ നാമജപവുമാണ് ഏറ്റവും ഉത്തമം.